അഴിമതിക്കെതിരെ ജാഗ്രതയോടെയുള്ള പ്രവർത്തനമാണ് ആം ആദ്മി പാർട്ടി നടത്തുന്നതെന്ന് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ പറഞ്ഞു. ആം ആദ്മി പാർട്ടി അണ്ണാ ഹസാരെയുടെ ചിറകിന് കീഴിൽ മുളച്ചതല്ലെന്നും അഴിമതിക്കെതിരെയുള്ള പോരാട്ടത്തിൽ ഉണ്ടായതാണെന്നും അദ്ദേഹം പറഞ്ഞു. ജനാധിപത്യ സംരക്ഷണത്തിനായി അഴിമതി വിരുദ്ധ ഭരണ സംവിധാനങ്ങളാണ് സമസ്ത മേഖലകളിലും ഉണ്ടാകേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇപ്പം പിണറായി വിജയന്റെ ചിത്രം എന്റെ വീട്ടിൽ കണ്ട അപ്പൻ ഇറങ്ങിയെന്ന് പോകും വീട്ടിൽ നിന്ന്. അപ്പൊ ഞങ്ങൾ വിചാരിക്കും എന്തിനാ പുള്ളി അമ്മയെടുത്ത് അല്ല, പിണറായി വിജയന്റെ ഫോട്ടോ ടി വി കണ്ട് ഇറങ്ങിപ്പോകുന്ന മനുഷ്യരായി മാറി യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ. അപ്പൊ അന്ന് ജനകീയ ആസൂത്രണം കൊണ്ട് നമുക്ക് എന്തുമാത്രം കള്ളത്തിനും എന്തുമാത്രം കോഴിമുട്ടയുടെ ആനമുട്ടയുടെ ഒക്കെ പേര് ഇവന്മാരെ അടിച്ചു മാറ്റിയത്, എത്ര പാവങ്ങളെ പറ്റിച്ചത്. അപ്പൊ ഇവര് വോട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പത്മകുമാറിനെ പോലെ പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും വലിയ CPM നേതാവ്, മുൻ MLA, ജില്ലാ സെക്രട്ടറി, ഒരു ജില്ലാ സെക്രട്ടറി എന്നൊക്കെ പറയാം, CPM ജില്ലാ സെക്രട്ടറി ഒക്കെ പറയാം, എന്തോ ഒരു പവർഫുൾ പോസ്റ്റ് എന്നറിയാം. ആ ജില്ലാ സെക്രട്ടറി കഴിഞ്ഞ 4-5 വർഷം അവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു. ചെമ്പ് സ്വർണ്ണമാക്കി കൊണ്ടുപോയി, അല്ല സ്വർണം ചെമ്പാക്കി കൊണ്ടുപോയിട്ട് അത് കടകംപള്ളി എന്ന് പറയുന്ന ദേവസ്വം മിനിസ്റ്റർ അറിഞ്ഞില്ലെന്ന് പറയാം. കടകംപള്ളിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടക്കൽ ആയുർവേദശാലയിൽ 1.5 മാസം പോയി ട്രീറ്റ്മെന്റിന് സുഖചികിത്സയ്ക്ക് കിടന്ന് ഖജനാവിൽ 8 ലക്ഷം രൂപ ചെലവാക്കിയ ആളാണ് കടകംപള്ളി. അതുകൊണ്ടാണ് ഇങ്ങനെ തുടുത്ത് 10-60 വയസ്സിലൊക്കെ തുടുത്ത് കുട്ടപ്പനായിരിക്കുന്നത്. കോട്ടക്കലൊക്കെ സുഖചികിത്സയാണ് സർക്കാരിന്റെ ചെലവിൽ. പുറത്തു വന്ന് നടക്കല്ലേ, ഈ പൈസയൊക്കെ ആരുടെയാ? അപ്പോ കടകംപള്ളി അതറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിലെ വിവിധ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സംസ്ഥാന പ്രസിഡന്റ്. കുറുപ്പന്തറ ജംഗ്ഷനിൽ നടന്ന യോഗത്തിൽ ആം ആദ്മി പാർട്ടി കടുത്തുരുത്തി നിയോജക മണ്ഡലം പ്രസിഡന്റ് TD ദേവസ്യ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പ്രസിഡന്റ് ജോയ് തോമസ് സാന്നിധ്യത്തോട്ടത്തിൽ ആം ആദ്മി പാർട്ടി നേതാക്കളായ ഡോക്ടർ സിലിൻ ഫിലിപ്പ്, രാജീവ്, അലി സുജാദ്, ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ഡോക്ടർ സബീന അബ്രാഹം, കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥി സിജു ജോസഫ്, മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥി ജോർജ് ജോസഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. സ്ഥാനാർത്ഥി സംഗമവും നടന്നു.